അങ്ങനെ നാട്ടിലെ പഴയ ഓർമ്മകളും വലിയ മരത്തിന്റെ കൊമ്പയിലൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെ വന്ന് ജമ്പ് മെയിൻ വ്യൂ പോയിന്റ് ഇവിടെ ആണ്. ഇത് കണ്ടോ, ഈ പാറയിൽ നിന്ന് ഈ വെള്ളം. നമസ്കാരം, വീണ്ടും സൗദി അറേബ്യൻ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇതാ നോക്കി, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ്. വന്നപ്പോൾ എന്താ വാഹനങ്ങളൊക്കെ 1 കിലോമീറ്ററിനപ്പുറം മുതലേ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽബഹയിലുള്ള ഹംദ വാട്ടർഫാൾ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പം അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. നമ്മൾ അൽബഹയിലെ തന്നെ ഫസ്റ്റാണ് ഈ ഒരു ലൊക്കേഷനിൽ എത്തുന്നത്. നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ലൊരു ചെറിയൊരു ഇത് കണ്ടോ, അത്തിയാണ്. നിറച്ച് കായമായിട്ട് നിൽക്കുന്ന അത്തിപ്പഴം. ഇത് കാട്ടത്തിയാണ്, എന്നാലും ഇത് നിറച്ച് കായാണ് കണ്ടോ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് മാതളനാരകം. നല്ല ഗ്രാമക്കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത് അൽബഹയിലെ സിറ്റിക്കകത്ത് തന്നെയാണ്. കാരണം ഒരു 10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. നല്ലൊരു അരുവിയുടെ ഒരു കാഴ്ച. നമുക്കതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യാം. ശുദ്ധമായിട്ടുള്ള നല്ല ഉറവ. ഇതാ, ഇതിനൊക്കെ നാട്ടിലിരുന്ന് കാണുന്നവരോർക്കും ഇതെന്താണ്. പക്ഷേ ഈ മരുഭൂമിയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അപൂർവമാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ളൊരു അരുവിയുടെ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടോ, അടിപൊളി കാഴ്ച. നല്ല ഗംഭീര സംഭവം തന്നെയാണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാം. ഐസ്ക്രീമോ സ്ട്രോബെറിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫാമിലൊക്കെ ഈ മാതളനാരമൊക്കെ വിളയുന്ന സമയത്ത് നമുക്കിതൊക്കെ ഇവിടുന്ന് വാങ്ങാനൊക്കെ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ മുഴുവൻ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ അൽബഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ്. നല്ല കൂളാണ്. ഒരു 20 ഡിഗ്രിയൊക്കെ മാക്സിമം ഇപ്പം ഇവിടെയുള്ളൂ. ഇത് ജൂണിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഉണ്ടോ, അതിമനോഹരമായിട്ടുള്ള ക്ലൈമറ്റോട് കൂടിയ ഒരു അരുവിയുടെ തീരത്ത് നമുക്ക് അങ്ങനെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നാകുമ്പോൾ തന്നെ ഇതിന് വളരെയേറെ എന്താ പറയേണ്ടത് പ്രാധാന്യമുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം മരുഭൂമിയിൽ ഇതുപോലുള്ളൊരു നീരുറവെന്ന് പറയുമ്പം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ആൾക്കാർ വരുന്ന വരവ് കണ്ടോ. കുക്കിങ്ങൊക്കെ ഇവിടെ തന്നെ ചെയ്ത് ഇരിക്കാനായിട്ട് വലിയ പാത്രവും ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഇത് കണ്ടോ. നല്ല തണലും അതുപോലെ തന്നെ കൃഷിയും എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മരത്തണലാണ്. ഇതിനടിയിലൊക്കെ വന്ന് അങ്ങ് തമ്പടിച്ചങ്ങ് ഇരിക്കുകയാണ് ആൾക്കാർ. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ആറ്റരികിലൊക്കെ നമ്മൾ ഒരല്പനേരമൊക്കെ വിശ്രമിക്കുന്ന അതേ ഒരു ഫീലിംഗാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ വന്ന് തമ്പടിച്ചേക്കാണ്. ഇത് കണ്ടോ, ചെറിയൊരു പാലവും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെയുള്ളൊരു ആംബിയൻസാണ് ഇവിടെ. അതിമനോഹരമായിട്ടുള്ള അറേബ്യൻ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി നല്ല മരത്തണലിലൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുൾ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടാണ് പോകുന്നത് കുക്ക് ചെയ്യാൻ. അപ്പോൾ അൽബഹയെ വരുന്നവർ ഒരിക്കലും മിസ് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി ഒരു സ്ഥലമാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അറേബ്യൻ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് ആ പാലം കയറി ഇങ്ങ് മുന്നോട്ട് വരുന്നിടത്ത് ഇത് കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ് ഇവിടാണ്. ഇത് കണ്ടോ, ഈ പാറയിൽ നിന്ന് ഈ വെള്ളം താഴോട്ട് ചാടുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ്. ഈ ഒരു കാഴ്ചയും കൂടെ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പം വരുന്നവർ അവിടം കവർ ചെയ്ത് മുന്നോട്ട് ഇനി വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ടും പറ്റത്തുള്ളൂ. പാറയിലൊക്കെ കയറുമ്പം സൂക്ഷിച്ച് കയറുക. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ
ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ്. നമുക്ക് ഈ ലാസ്റ്റ് വന്നെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, ഇവിടെ വന്ന് ജമ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ വരുന്നവർ ആ പാലമൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് എത്തി ഈ ഒരു പോയിന്റിൽ എത്തുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ്. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ജമ്പ് ചെയ്ത് ഇതിനകത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. അടിപൊളി. അപ്പം അൽബഹ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത പുതിയ നമ്മുടെ ഒരു ലൊക്കേഷനാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും അൽബഹ ട്രിപ്പിൽ നിങ്ങളും ഇവിടെ സന്ദർശിക്കുക. കണ്ടോ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഈ മല മുകളിൽ ഇതിൻ്റെ ഇടയ്ക്ക് അടിവാരത്തിലുള്ളൊരു നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടവും അവിടെ നീന്തി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ തന്നെ ഈ സൈഡിൽ കൂടെ ആണ് നടന്ന് ഇവിടെ എത്തേണ്ടത്. നമ്മൾ ആ മുമ്പേ കണ്ട ആ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഗ്യാങ്ങും അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അറേബ്യൻ നാട്ടിലെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അൽബഹയിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം. ബീച്ചേട്ടനൊക്കെ വേണ്ടേ വെള്ളത്തിൽ ചാടാനായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള നിപ്പാണ്. നോക്കി, അങ്ങനെ നാട്ടിലെ പഴയ ഓർമ്മകളും വലിയ മരത്തിൻ്റെ കൊമ്പയിലൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ സമീപമുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. നോക്കി, എല്ലാവരും അങ്ങനെ മരത്തിൻ്റെ കൊമ്പയിലൊക്കെ കയറി ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇത് നമ്മുടെ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. ഇതാണ്ടേ നമ്മുടെ ടിനുവാണ് കേട്ടോ, തകർപ്പൻ ഫോട്ടോഗ്രാഫറാണ് നമ്മൾ. കണ്ടോ, ഞങ്ങളുടെയൊക്കെ നല്ല അടിപൊളി ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുകയാണ്. വേണ്ടേ, ഒരു വിദ്യക്കൊച്ചുണ്ട്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാട്ടമാണ്. ചെറിയ പിള്ളേരല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഒരു ചൂരൽ മേടിക്കാൻ മറന്നുപോയി. ചെറിയ പിള്ളേരെയൊക്കെ ഒന്നും ഇതാക്കാനായിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഈ പാലം കടന്ന് അപ്പുറത്തോടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ പാലത്തിൻ്റെ ഇവിടം വരെ നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് ഇരിക്കാതെ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഈ ഒരു ദിക്കിൽ അങ്ങോട്ട് നടക്കുക. അവിടെയാണ് നമ്മൾ മുമ്പേ കണ്ട വാട്ടർഫോളും ആ ചാടി കുളിച്ച് നീന്തുന്ന ആ സ്ഥലമൊക്കെ അവിടെയായിട്ടാണ്. അപ്പം ഇവിടെ വന്നുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തരുത് നിങ്ങളുടെ യാത്ര. ഈ പാലം കടന്ന് അപ്പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ദാണ്ട് ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അൽബഹയിൽ നിന്നുള്ളൊരു അതിമനോഹര കാഴ്ച തന്നെ നമുക്ക് പറയാം. ഈ പാലത്തേക്കൂടെ കയറി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല മരത്തണലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അൽബഹയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച.